LDF-ലെ ഉറച്ച ഘടകകക്ഷിയായിരുന്ന RSP മുന്നണി വിട്ടുപോയതിനു ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു AKG സെന്ററിൽ നടന്നത്. കൊല്ലം ലോക്സഭാ സീറ്റിനെക്കുറിച്ചുള്ള അവകാശവാദത്തെക്കുറിച്ച് CPM നേതാക്കൾ RSPയുമായി ചർച്ചകൾ നടത്തിയിരുന്നതായി കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. കൊല്ലം സീറ്റ് RSPയിൽ നിന്ന് എടുത്തുമാറ്റിയെന്ന വാദം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. LDF നേതാക്കൾ RSPയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നും RSP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ ഘടകകക്ഷി എന്ന നിലയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള മുന്നണി രാഷ്ട്രീയത്തിലെ ജനാധിപത്യ മര്യാദ പോലും RSP നേതാക്കൾ കാണിക്കുകയും ചെയ്തില്ല. ഇത് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ RSP നിലപാടെടുത്തിരുന്നു എന്നാണ്. RSP മുന്നണി വിട്ടതിന് പിന്നാലെ ജനതാദൾ എസും കോൺഗ്രസും കേരള കോൺഗ്രസും NCPയും സീറ്റ് നൽകണമെന്ന് LDF യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് പിന്നോക്കം പോയിട്ടില്ല. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവകാശവാദം ഉന്നയിച്ച് എല്ലാവരുമായും ചർച്ച നടത്താൻ LDF യോഗം തീരുമാനിച്ചു. 12-ന് നടക്കുന്ന LDF യോഗത്തിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അവസാന തീരുമാനമാകൂവെന്ന് കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. ഫോർവേഡ് ബ്ലോക്ക്, INL, നാഷണൽ സെക്യുലർ കോൺഫറൻസ് തുടങ്ങിയ കക്ഷികളെ LDF-ൽ എടുക്കില്ലെങ്കിലും പിന്തുണ ഉറപ്പുവരുത്തിയതായും അദ്ദേഹം അവകാശപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.